യെസ് നടേശൻ സാർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഇവർക്ക് ഇപ്പോൾ പുസ്തകം വായിക്കേണ്ട, അനുഭവത്തിൽ നിന്നെങ്കിലും ഒരു ബോധ്യം, റിയലൈസേഷൻ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അവർക്കത് സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവർ ഒരു ആത്മവഞ്ചന ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അറ്റാക്കാണെന്ന് തന്നെ വിചാരിച്ചോളൂ. 82 വയസ്സുള്ള അദ്ദേഹം പറഞ്ഞത് എന്താണ് മോദി അമിത്ഷായും പാപികളാണ്, അവർ നരകത്തിൽ പോകും. ഇത് ഒരു 50 വർഷത്തിന് മുമ്പുള്ള നാട്ടിൻപുറത്തെ വിവരമില്ലാത്ത ചില ആളുകൾ ആണ് പറഞ്ഞു. ഇന്നത്തെ നാട്ടിൻപുറത്തുള്ള ആൾ ആരും പറയില്ല ഇങ്ങനെയൊക്കെയാണോ ഉത്തരവാദിത്തമുള്ള ഒരു നേതാക്കന്മാർ പറയേണ്ടത്? ഈ ഭാരതത്തിൽ ജന്മം എടുത്ത ഒരാള്, സാധാരണ നമ്മൾ പഞ്ചസൗഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത്. അതിലൊന്ന് ഹിമാലയ ദർശനവും 2 ഗംഗാ സ്നാനവുമാണ്. അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിലും അതിനെ അധിക്ഷേപിക്കേണ്ടി വരിക എന്നതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്കറിയാം, ഖാർഗെയെ പോലുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിന്റെ ഒരു അപജയം. ഇപ്പോൾ അഡ്വക്കേറ്റ് സേനാപതി പറഞ്ഞല്ലോ, ഇങ്ങനെ ഞങ്ങൾ ആക്ഷേപിച്ചില്ല എന്നൊക്കെ. അത് അദ്ദേഹത്തിൻ്റെ മാന്യതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സനാതന ധർമ്മബോധവും മാത്രമാണ്. മറിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒരു വിചാരം ഇല്ല. ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ എണ്ണം പറഞ്ഞ ഒരു 4 നേതാക്കന്മാർ വളരെ ഭക്തിയോടുകൂടി അവിടെ പോയി ഒന്ന് സ്നാനം ചെയ്യട്ടെ, അല്ലെങ്കിൽ മാഡം പറഞ്ഞതുപോലെ അയോധ്യ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് വരട്ടെ. ഇവിടെ മലയൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ളതാണ്. അത് ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ വലിയ ചരിത്രത്തെക്കുറിച്ച്. ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട്. ആ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തിലകനും അരവിന്ദ ഘോഷും VVS അയ്യരും അത് സുഭാഷ് ചന്ദ്രബോസും പ്രതിനിധാനം ചെയ്യുന്ന ദേശീയ ബോധമുള്ളതായ ഒരു കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനെ വഞ്ചിച്ച ഒരു നേതൃത്വമാണ് പിന്നീട് അതിനെ ഹൈജാക്ക് ചെയ്തത്. അവരാണ് വിദേശികൾക്ക് അടിയറവ് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ കോൺഗ്രസും ആ കോൺഗ്രസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇന്നത്തെ കോൺഗ്രസിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഏയോ ഹ്യൂമ് വിതച്ച വിത്തുമായിട്ട് മാത്രമാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ ഈ ജനങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ ദേശീയവാദികളായിട്ടുള്ള കോൺഗ്രസിന് മാത്രമാണ്. ഇനി ഞാൻ നേരത്തെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ഗാന്ധിജിക്ക് ശേഷമുള്ള ഇന്ത്യ. തീർച്ചയായിട്ടും ഞാനത് വായിക്കാം. പക്ഷേ അതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത് BJPയുടെ വക്താവായിട്ടല്ല. BJPയുടെ വക്താവായിട്ട് ശ്രീ യുവരാജ് ഗോകുലുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറയുകയാണ്. ഈ ശശി തരൂർ എഴുതിയിട്ടുള്ള ഹിന്ദു മാർഗം എന്ന പുസ്തകത്തിൽ മുസ്ലിം അധിനിവേശത്തിൻ്റെ ആഘാതം എന്ന് പറയുന്ന ഒരു ലെസൺ ഉണ്ട്. ആവർത്തിച്ചുള്ള ക്ഷേത്രക്കൊള്ളയും നശീകരണവും ഗുജറാത്ത് തീരത്തെ സോമനാഥം മുതൽ മധുര വരെ ഹിന്ദുക്കൾക്കും അവരുടെ മതത്തിനും നേരെ ഇവർ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ്സുകാരും മറ്റുള്ള ആളുകളും വായിക്കാത്തത് കൊണ്ട് ശശി തരൂർ കോൺഗ്രസ്സിന് നിൽക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഒരു 4 സ്ഥലത്ത് പരസ്യമായി ഇതൊന്നൊരു ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ പറഞ്ഞ ശശി തരൂരിൽ നിൽക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുപോയി, അത് എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു തരത്തിലും കോൺഗ്രസിനെ ഒരു ദേശീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ സാധിക്കാത്ത തരത്തിൽ അവർ അടിയറവ് പറഞ്ഞു വെച്ചിരിക്കുന്നു. കാരണം നിരന്തരമായ 1-2 അല്ല, നിരന്തരമായി സനാതനധർമ്മത്തെ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പുറത്തായിട്ടുണ്ട്. നേതാജിയുടെ കാര്യം തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ രാജ്യവിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ വിരുദ്ധമാണ്. അത് ചെയ്ത് ഇന്ന് ഭീകരവാദികളുടെ കയ്യിലാണ് ഇവരുടെ കഴുത്ത് മുഴുവൻ ഇരിക്കുന്നത്. അതിൽ നിന്ന് എടുത്ത് ഊരിപ്പോരാൻ ഒരു കോൺഗ്രസ് നേതാവിനും സാധ്യമല്ല എന്നുള്ളതാണ്. സേനാപതി അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയ്ക്കും സനാതനധർമ്മത്തോടുള്ള ബഹുമാനത്തിന് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ കോൺഗ്രസിന്റെ ഒരു തലമുതിർന്ന നേതാവിന്, ദേശീയ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും കോടിക്കണക്കിന് ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഇതിനെ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്.
അവർ പോയി കുളിക്കുക, അമ്പലത്തിൽ പോയി തൊഴുകയൊന്നും വേണ്ട. ഇതിനെ റെസ്പെക്ട് ചെയ്യണം, ഇതിനെ അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇത് മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, യുവരാജ്, ഒറ്റ കാര്യം എനിക്ക് തോന്നുന്നു ഇതിലും നല്ലത് അല്ലേ കോൺഗ്രസ് പിരിച്ചു വിട്ട് ഒന്നുകിൽ മുസ്ലിം ലീഗിൽ ലയിക്കുന്നതായിരിക്കും. സമയമില്ല. അഡ്വക്കേറ്റ് സേനാപതി വേണം. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിലും ഇത് ചർച്ച ചെയ്യണം. ഖാർഗെയെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ട്, അതും മുസ്ലിങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി മഹാകുംഭമേളയെ ഇകഴ്ത്തി പറയാൻ ഖാർഗെയെ പോലുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്തത് വളരെ മോശമായിപ്പോയി. അദ്ദേഹം പറയാൻ നിർബന്ധിതൻ ആവുകയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം.